ഒരു വേണ്ടാതിരത്തിലേക്ക് പോണു, ഒരു അനാവശ്യത്തിലേക്ക് പോണ ഒരാളല്ല. ഓനങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടു പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല. മോൻ അങ്ങനെ വളർത്താണ്. എവിടെ പോയാലും ഫോണിൽ കൂടെ മമ്മി എന്തുണ്ട് ഏതുണ്ട്, പപ്പ ഷോപ്പിൽ പോയാൽ മമ്മി ഒറ്റയ്ക്കാണെങ്കിൽ അടുത്ത വീട്ടിൽ വരെ പോയി കാണാം, ഒറ്റയ്ക്ക് ഇരിക്കണ്ട, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ഇരിക്കുന്ന അറിയും. അങ്ങനെ പറയണം. നേരെ വൈകിട്ടുണ്ടെങ്കിൽ അപ്പം പറയും അപ്പം മമ്മി പറയാൻ പറ്റുമോ, എന്നിട്ട് വന്നിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോകും. കൂട്ടുകാരെ, ദീപക്കെ ചെറുപ്പക്കാരിയാണെന്നുള്ള ആനുകൂല്യത്തിൽ ഇവക്ക് കോടതി മാപ്പ് നൽകിയാലും മനുഷ്യരുടെ മനസ്സിൽ ഇവക്ക് മാപ്പുണ്ടാവില്ല. ഗ്രീഷ്മക്ക് കോടതി കാലാന്തരത്തിൽ മാപ്പ് കൊടുത്താലും മനുഷ്യരുടെ മനസ്സിൽ അവർക്ക് മാപ്പില്ല. കൂടത്തായാലും ജോലിക്ക് കാലാന്തരത്തിൽ കോടതി മാപ്പ് കൊടുത്താലും മനുഷ്യരുടെ മനസ്സിൽ അവർക്ക് മാപ്പ് കിട്ടൂല. ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു. നീ ജീവൻ നഷ്ടപ്പെടുത്തണ്ടായിരുന്നു, പക്ഷേ നീ ജീവൻ നഷ്ടപ്പെടുത്തി എന്താണെന്ന് എനിക്ക് എന്നെ കേൾക്കുന്ന മലയാളി മനസ്സുകൾക്ക് വായിക്കാൻ കഴിയും. കാരണം പണത്തെക്കാളും സ്വത്തിനേക്കാളും ദീപക്ക് ഏറ്റവും വലുത് ആത്മാഭിമാനമായതുകൊണ്ടാണ്. ആത്മാഭിമാനം നഷ്ടപ്പെട്ടെടുത്ത് എന്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെട്ടു എന്ന തോന്നലാണ്, എന്റെ അന്തസ്സും എന്റെ അഭിമാനം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എന്റെ ജീവൻ നഷ്ടപ്പെടാനാണെന്നുള്ള തോന്നലാണ് ദീപക്കിനെ ഈ മരണത്തിലേക്ക് ഉള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചെന്ന് നിന്റെ വികാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ മനുഷ്യർക്കും എല്ലാം വലിപ്പം തോന്നുന്ന സ്വർണവും പണവും മാത്രമല്ല, ആത്മാഭിമാനത്തിന് തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഇല്ലാത്ത സമയത്ത് സ്വന്തം ആത്മാഭിമാനമാണ് ഏറ്റവും വലിയ സമ്പത്തി എന്ന് കരുതുന്ന ദീപക്കിനെ പോലുള്ള നൂറുകണക്കിന് മനുഷ്യരുണ്ട്. ആ ദീപക്കിന് സ്വന്തം മക്കളെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു, സ്വന്തം ഭാര്യ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞു, കുടുംബക്കാരെ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിയും. തെറ്റ് ചെയ്യട്ടെ, ചെയ്യാതിരിക്കട്ടെ, തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ദീപക്ക് മനുഷ്യരുടെ മുമ്പിൽ അപഹസിക്കപ്പെട്ടില്ലേ, നാലാളുടെ മുമ്പിൽ ആക്ഷേപം കേൾക്കേണ്ടി വന്നില്ലേ, ചുറ്റുവട്ടക്കാരെല്ലാം അവനെ മോശക്കാരനാക്കിയില്ലേ. അവന് ജീവിക്കാൻ തോന്നുന്നു, തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ജീവിക്കാൻ തോന്നുന്നു. ഇപ്പൊ എന്ത് സംഭവിച്ചു? ആ വീഡിയോ എങ്ങനെയൊക്കെ പരിശോധിച്ചാലും അയാൾ മനഃപൂർവ്വം ഒന്നും ചെയ്യുന്നതായി ആ വീഡിയോ ദൃശ്യങ്ങളില്ല എന്ന് 100% ഉറപ്പാണ്. എന്റെ ജീവിതം കഴിഞ്ഞു, പക്ഷെ ഇനി നീറി ജീവിക്കാൻ പോകുന്ന ഇത്തരം തോന്നിവാസികളായിരിക്കും. നിങ്ങളെ ജനം വിടുമെന്നും മറക്കുമെന്നും വിചാരിക്കണ്ട. മനസാക്ഷിയുള്ള ഓരോ മനുഷ്യരും നിങ്ങൾ അവഗണിക്കും. നിങ്ങൾ ഓർക്കുമ്പോൾ അവർ വെറുപ്പോട് കൂടി സംസാരിക്കും. നിങ്ങൾ ഈ ചെയ്യുന്ന ഈ തോന്നിവാസമുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഇല്ലാതാക്കി കളഞ്ഞത്. നമസ്കാരം. ഒരു വൈറൽ വീഡിയോ, 10,000-കണക്കിന് ഷെയറുകൾ, കടുത്ത സൈബർ ആക്രമണം, ഒടുവിൽ ഒരു മരണം. കോഴിക്കോട് സ്വദേശിയായ ദീപക് എന്ന യുവാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത വാർത്ത കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. ഒരു അതിക്രമം നടന്നാൽ പ്രതികരിക്കേണ്ടത് അനിവാര്യമാണ് എന്നതിൽ ആർക്കും ഒരു തർക്കവുമില്ല. പക്ഷേ ആ ഒരു പ്രതികരണം ഒരാളുടെ ജീവൻ എടുക്കുന്ന രീതിയിലുള്ള ഒരു സൈബർ കൊട്ടേഷൻ ആയിട്ട് മാറുന്നത് എത്രത്തോളം ന്യായീകരിക്കാൻ കഴിയും? ഒരു വശത്ത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഗൗരവമായിട്ട് ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് സോഷ്യൽ മീഡിയ വിചാരണ, അതായത് ഒരാളുടെ ജീവൻ എടുക്കുന്ന ഭയാനകമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആരാണ് ദീപകിനെ കൊന്നത്? അയാൾ ചെയ്ത കുറ്റമാണോ അതോ അയാളെ വിചാരണ ചെയ്ത ആൾക്കൂട്ടമാണോ? എന്തായാലും ഇന്ന് നമ്മൾ സംസാരിക്കുന്നതും ആധുനിക കാലത്തെ ഈ ഒരു മൊബൈൽ വിചാരണയെ കുറിച്ചാണ്. സംഭവം തുടങ്ങുന്നത് ഒരു ബസ് യാത്രയിലാണ്. അരീക്കോട് സ്വദേശിയായ മുൻ പഞ്ചായത്ത് മെമ്പറും സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ഷിഞ്ചിത മുസ്തഫ ദീപകിനെതിരെ രംഗത്തെത്തിയത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ദീപക് തന്നെ മോശമായിട്ട് രീതിയിൽ സ്പർശിച്ചു, അതായത് ബാഡ് ടച്ച് എന്ന് ആരോപിച്ചാണ് ഷിഞ്ചിത വീഡിയോ ചിത്രീകരിച്ചത്. മീറ്റ് മിസ്റ്റർ ദീപക് എന്ന തലക്കെട്ടോടുകൂടി വന്ന ആ ഒരു വീഡിയോയിൽ ദീപകിന്റെ മുഖം വ്യക്തമായിരുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഷിഞ്ചിത ആ വീഡിയോ എടുക്കുമ്പോൾ വളരെ കൂളായിട്ട് ഒരു വ്ലോഗർ ചെയ്യുന്ന ലാഘവത്തോടെയാണ് അത് ചെയ്യുന്നത്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിലോ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിലോ നിയമപരമായിട്ടുള്ള പരിഹാരത്തിന് ശ്രമിക്കുന്നതിന് പകരം അതൊരു വൈറൽ കണ്ടന്റ് ആക്കാനാണ് അവർ ശ്രമിച്ചത്. നമുക്കറിയാലേ, ഒരു അതിക്രമം നേരിട്ടാൽ അത് പോലീസിനെ അറിയിച്ച് തെളിവുകൾ കൈമാറുന്നതിന് പകരം നാട്ടുകാരെ കൂട്ടി വിചാരണ ചെയ്യാൻ വിട്ടുകൊടുക്കുന്നത് എത്രത്തോളം ശരിയാണ്? ഇവിടെ ഷിഞ്ചിത തന്നെ സമ്മതിക്കുന്നുണ്ട് അവർ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്തത് എന്നുള്ളത്. നിയമപരമായിട്ട് നോക്കുവാണെങ്കിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്താൽ അതിന്റെ ആധികാരികത നഷ്ടപ്പെടും. സ്പീഡ് കൂട്ടിയും കുറച്ചും ആംഗിളുകൾ മാറ്റിയും ഒരാളെ എങ്ങനെ വേണമെങ്കിലും കുറ്റക്കാരനാക്കാൻ ഇന്ന് ഡിജിറ്റൽ എഡിറ്റിംഗിലൂടെ സാധിക്കും. ദീപക് മനഃപൂർവ്വം സ്പർശിച്ചതാണോ അതോ തിരക്കിലുള്ള ബസ്സിൽ അറിയാതെ തട്ടിയതാണോ എന്ന് ആ വീഡിയോയിൽ നിന്ന് മാത്രം ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയ്ക്ക് അതൊന്നും അറിയേണ്ടതില്ലായിരുന്നു. അവർ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞിരുന്നു. ഒരു വ്യക്തി കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഇവിടെ കോടതികളുണ്ട്. എന്നാൽ ഇവിടെ യുവതി തന്നെ പോലീസും ജഡ്ജിയായിട്ട് മാറി. ഇനി ഈ ഒരു സംഭവത്തിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള പ്രതികരണം വന്നത് ആക്ടിവിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ശ്രീലക്ഷ്മി അറയ്ക്കലിൽ നിന്നാണ്. ദീപകിന്റെ മരണം വാർത്തയായപ്പോൾ സന്തോഷം, നന്നായി എന്നൊക്കെയാണ് അവർ കുറിച്ചത്. ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ അത് ആഘോഷമാക്കുന്ന ഇത്തരം ഒരു മാനസികാവസ്ഥയെ എന്ത് പേരിട്ടാണ് നമ്മൾ വിളിക്കേണ്ടത്? സ്ത്രീപക്ഷപാതത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്നവർ മറ്റൊരു മനുഷ്യന്റെ മരണം കണ്ട് ചിരിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഒരിക്കലും പ്രതികാരമായി മാറരുത്. ഒരാളെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് അതിൽ സന്തോഷം കണ്ടെത്തുന്നത് ക്രിമിനൽ മനോഭാവമാണ്.
ഇത്തരം പ്രവണതകൾ നാളെ ആർക്കെതിരെയും ആർക്കും എന്ത് വീഡിയോയും പ്രചരിപ്പിക്കാം എന്നുള്ള അവസ്ഥ വരും. അത് വലിയൊരു അരാജകത്വത്തിലേക്കാണ് നമ്മുടെ നാടിനെ നയിക്കുക. ഈ സംഭവത്തിന് നമുക്ക് മുൻകാല ഒരു ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെടുത്താവുന്നതേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം നവീൻ ബാബുവിന്റെ ആത്മഹത്യ. തീർച്ചയായിട്ടും ഈ സംഭവത്തിനും നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി വലിയ സാമ്യം തന്നെയുണ്ട്. PP ദിവ്യ എന്ന ജനപ്രതി പരസ്യമായിട്ട് അപമാനിച്ചതിനെ തുടർന്നാണ് നവീൻ ബാബു മരിച്ചത്. അവിടെ നടന്നത് എന്താണ്? ആൾക്കൂട്ടത്തിന് മുന്നിലെ വിചാരണയായിരുന്നു. ഒരാളുടെ മരണം സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിന്റെ ഗൗരവം ചിന്തിക്കുന്നത്. നിയമം കയ്യിലെടുക്കുന്ന ഗോരക്ഷകരെ നമ്മൾ വിമർശിക്കാറുമുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയയിലെ ഒരാളെ വിചാരണ ചെയ്യുന്നതും മറ്റൊരു തരത്തിലുള്ള ഒരു വിജിലാന്റിസം തന്നെയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ സംഭവം വെറും ഒരു വാർത്തയല്ല, നമ്മുടെ സമൂഹത്തിന്റെ മാറിയ മാനസികാവസ്ഥയുടെ കണ്ണാടിയാണ്. ഇവിടെ നമ്മൾ ഗൗരവമായിട്ട് വിശകലനം ചെയ്യേണ്ടത് 3 കാര്യങ്ങളുണ്ട്. നിയമവ്യവസ്ഥയോടുള്ള അവിശ്വാസം, അതായത് ആളുകൾ എന്തുകൊണ്ടാണ് നിയമത്തെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ വിശ്വസിക്കുന്നത്? നിയമ പോരാട്ടങ്ങൾ നീണ്ടുപോകുമെന്നുള്ള ഭയമാണോ, അതോ ഇൻസ്റ്റന്റ് ആയിട്ട് ലഭിക്കുന്ന ഈ പബ്ലിക് ലെഞ്ചിങ് നൽകുന്ന ആനന്ദമാണോ ഇതിന്റെ പിന്നില്? നിയമം കയ്യിലെടുക്കുന്നത് ആധുനിക സമൂഹത്തിന് ഗുണകരമല്ല. നമുക്കറിയാം ഇന്ന് എല്ലാവരും കണ്ടന്റ് ക്രിയേറ്റർ ആണ്. മറ്റൊരാളുടെ വേദനയോ സ്വകാര്യതയോ 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആക്കി വൈറലാക്കുമ്പോൾ അതിന്റെ പിന്നിലെ മനുഷ്യനെ നമ്മൾ മറന്നുപോകുന്നു. ഷിഞ്ചിത മുസ്തഫയുടെ വീഡിയോയിൽ കണ്ട ആ ചിരിയും ലാഘവും ഒരു വ്യക്തിയെ തകർക്കുന്നതിൽ അവർക്ക് യാതൊരു സങ്കോചവും ഇല്ലായിരുന്നു. ഇതിന്റെയൊക്കെ തെളിവുകളാണ് നമ്മളിപ്പോ കണ്ടത്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നവർ തന്നെ മറ്റൊരു മനുഷ്യന്റെ മരണം ആഘോഷിക്കുന്നതും ഇരട്ടത്താപ്പാണ്. ആക്ടിവിസം എന്നത് നീതിക്ക് വേണ്ടിയാകണം, അല്ലാതെ വ്യക്തിഹത്യക്കോ പകരം തീർക്കലോ ആകരുത്. ഇനി നിങ്ങളോടായി ചില കാര്യങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ട്. അതായത് സ്ത്രീകളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിടുന്ന അതിക്രമങ്ങൾ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യണം. പക്ഷെ അത് നിയമപരമായിട്ടുള്ള വഴികളിലൂടെ ആകണം. ഡിജിറ്റൽ തെളിവുകൾ പോലീസിൽ കൈമാറുകയാണ് വേണ്ടത്, അല്ലാതെ ഒരു ആൾക്കൂട്ടത്തിന് എറിഞ്ഞു കൊടുക്കുകയല്ല. ഇനി സോഷ്യൽ മീഡിയ ഉപയോക്താക്കളോടാണ്. ഒരു വീഡിയോ കണ്ട് ഒരാളെ തെറി വിളിക്കുന്നതിന് മുൻപ് അത് എഡിറ്റഡ് ചെയ്തതാണോ എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ ഒരാളുടെ മരണം വാറണ്ടായിരിക്കും. ഇനി യുവാക്കളോട് പറയുകയാണെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ പെരുമാറുമ്പോൾ അതീവ ജാഗ്രത പാലിക്കുക. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ക്യാമറ കണ്ണുകൾക്ക് നടുവിലാണ്. നിങ്ങളുടെ ചെറിയൊരു അശ്രദ്ധ പോലും നിങ്ങളുടെ ജീവിതം തകർത്തേക്കാം. ദീപക് പോയി, ഇനി ആർക്കും അയാളെ തിരികെ കൊണ്ടുവരാനാകില്ല. പക്ഷേ ഇനി ഒരു ദീപക് ഇവിടെ ഉണ്ടാകരുത്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. നമ്മൾ ആരും ഓൺലൈൻ ജഡ്ജിമാരാകാൻ ശ്രമിക്കാതിരിക്കുക. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സോഷ്യൽ മീഡിയ വിചാരണകൾ ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയറും ചെയ്യുക. ഇത്തരം സാമൂഹിക വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിന് പരിഹാരമല്ല. അതുപോലെ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടുക.